എജ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ജല ബജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ നിയമസഭാ മണ്ഡലം ധർമ്മടം. കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ് ജല ബജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നിയമസഭാ മണ്ഡലം. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുകയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ശ്രേഷ്ഠ പദ്ധതിയാണ്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുകയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതി കെ സ്മാർട്ട് പദ്ധതിയാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതി. വിവാദമായതോടെ പിൻവലിച്ച മുൻ ISRO ചെയർമാൻ S. സോമനാഥിൻ്റെ ആത്മകഥ നിലാവ് കുടിച്ച സിംഹങ്ങൾ. വിവാദമായതോടെ പിൻവലിച്ച മുൻ ISRO ചെയർമാൻ S. സോമനാഥിൻ്റെ ആത്മകഥയുടെ പേരാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ. ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി കെടാവിളക്ക്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരാണ് കെടാവിളക്ക്. കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ? MM ലോറൻസ്. കേരളത്തിലെ രാഷ്ട്രീയ നേതാവായ MM ലോറൻസിൻ്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. അന്തരിച്ച ഗസൽ ഗായകൻ PA ഇബ്രാഹിം ഉമ്പായിയുടെ സ്മരണാർത്ഥം കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് കുറ്റിക്കാട്ടൂർ. കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂരാണ് അന്തരിച്ച ഗസൽ ഗായകൻ ഉമ്പായിയുടെ PA ഇബ്രാഹിമിൻ്റെ സ്മരണാർത്ഥം കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്രത്തിൻ്റെ പുതിയ പേര് മേരാ യുവഭാരത്, മൈ ഭാരത്. മേരാ യുവഭാരത് അല്ലെങ്കിൽ മൈ ഭാരത് ആണ് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്രത്തിൻ്റെ പുതിയ പേര്. ഗോത്രജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതി കനവ് പദ്ധതിയാണ്. ഗോത്രജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്ത് കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നടപ്പാക്കുന്ന ബ്രെയിൽ ലിപി സാക്ഷരതാ പരിപാടി ദീപ്തി. സംസ്ഥാനത്ത് കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നടപ്പാക്കുന്ന ബ്രെയിൽ ലിപി സാക്ഷരതാ പരിപാടിയുടെ പേരാണ് ദീപ്തി. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ശലഭം പദ്ധതിയാണ്. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ശരണബാല്യം പദ്ധതിയാണ്. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ബാലവിവാഹം തുടങ്ങിയവ തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. മറവി രോഗം മുൻകൂട്ടി കണ്ടെത്താനും ഓർമ്മ മെച്ചപ്പെടുത്താനുമായി കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഈസ് ഡിമെൻഷ്യ എന്ന സ്റ്റാർട്ടപ്പാണ് മറവി രോഗം മുൻകൂട്ടി കണ്ടെത്താനും ഓർമ്മ മെച്ചപ്പെടുത്താനുമായി കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ച സ്റ്റാർട്ടപ്പ്. സംസ്ഥാനത്ത് സൂക്ഷ്മാണു പഠനത്തിനായി രൂപീകരിക്കുന്ന സ്ഥാപനം സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോമാണ് സംസ്ഥാനത്ത് സൂക്ഷ്മാണു പഠനത്തിനായി രൂപീകരിക്കുന്ന സ്ഥാപനം.
COEM. ലോകത്തെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം സൂറത്ത് ഡയമണ്ട് ബോഴ്സ് SDB. സൂറത്ത് ഡയമണ്ട് ബോഴ്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടം. 25 കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള 4 ലക്ഷ്യങ്ങളെ കമാൻഡ് ഗൈഡൻസ് സംവിധാനം വഴി ഒരു മിസൈൽ വിക്ഷേപണി ഉപയോഗിച്ച് തകർക്കാൻ ശേഷിയുള്ള ആദ്യ രാജ്യമായി മാറിയത് ഇന്ത്യയാണ്. 25 കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള 4 ലക്ഷ്യങ്ങളെ കമാൻഡ് ഗൈഡൻസ് സംവിധാനം വഴി ഒരു മിസൈൽ വിക്ഷേപണി ഉപയോഗിച്ച് തകർക്കാൻ ശേഷിയുള്ള ആദ്യ രാജ്യമായി മാറിയത്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതിയുടെ പേര് സുജലം. കുപ്പിവെള്ളത്തിൻ്റെ ബ്രാൻഡ് ഹില്ലി അക്വയാണ്. സുജലം പദ്ധതിയാണ് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുപ്പിവെള്ളം വിൽക്കുന്ന പദ്ധതി. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥയുടെ രചയിതാവ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടേതാണ്. വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയ പാൻറ്റോടാഗോറി എന്ന ബാക്ടീരിയയാണ് വിശ്വഭാരതി സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയ സസ്യങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ബാക്ടീരിയ. പട്ടികവർഗ വിഭാഗങ്ങളിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനു വേണ്ടി അക്ഷയ ജ്യോതി എന്ന പദ്ധതി ആരംഭിച്ച ജില്ല പാലക്കാട് ജില്ല. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗ വിമുക്തരാക്കുന്നതിനു വേണ്ടി അക്ഷയ ജ്യോതി എന്ന പദ്ധതി ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലാണ്. സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദവുമായ തീവണ്ടി യാത്രാ സൗകര്യമൊരുക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസ് അമൃത് ഭാരത് എക്സ്പ്രസ് ആണ് സാധാരണക്കാർക്ക് വേഗമേറിയതും സൗകര്യപ്രദമായതുമായ തീവണ്ടി യാത്രാ സൗകര്യമൊരുക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സർവീസ്. വിമാനത്തിൻ്റെ ഭാഗങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ബോയിങ് കമ്പനി ഇന്ത്യയിൽ ആദ്യമായി വിതരണ കേന്ദ്രം തുറന്നത് ഖുർജ. ഉത്തർപ്രദേശിലെ ഖുർജയിലാണ് വിമാനത്തിൻ്റെ ഭാഗങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ബോയിങ് കമ്പനി ഇന്ത്യയിൽ ആദ്യമായി വിതരണ കേന്ദ്രം തുറന്നത്. സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ SSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ സ്ഥാപനം SGBS ഉന്നതി ഫൗണ്ടേഷൻ SUF. SGBS ഉന്നതി ഫൗണ്ടേഷനാണ് സോഷ്യൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ സ്ഥാപനം. ഇന്ത്യയിൽ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത് ലക്നൗ. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് 1860, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 എന്നിവ റദ്ദാക്കിക്കൊണ്ടുവന്ന 3 പുതിയ ബില്ലുകൾ ഏതെല്ലാം? ഭാരതീയ ന്യായ സംഹിത ബിൽ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബിൽ, ഭാരതീയ സാക്ഷ്യ ബിൽ. 1860 ഇന്ത്യൻ പീനൽ കോഡ്, 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവ റദ്ദാക്കിക്കൊണ്ടുവന്ന 3 പുതിയ ബില്ലുകളാണ് ഭാരതീയ ന്യായ സംഹിത ബിൽ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബിൽ, ഭാരതീയ സാക്ഷ്യ ബിൽ. റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം ഭാരത് GPT ആണ് റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ് MPhil, മാസ്റ്റർ ഓഫ് ഫിലോസഫി. MPhil കോഴ്സാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ്. സംസ്ഥാനത്ത് ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത് എവിടെയാണ്? ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. ശ്രീ അവിട്ടം തിരുനാൾ SAT ഹോസ്പിറ്റൽ തിരുവനന്തപുരത്താണ് സംസ്ഥാനത്ത് ആദ്യമായി ജനിതക രോഗ ചികിത്സാ വിഭാഗം നിലവിൽ വരുന്നത്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്താനായി ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യം എക്സ്പോസാറ്റ്, എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റ്. എക്സ്പോസാറ്റ് ആണ് ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ കണ്ടെത്താനായി ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യം.
പൂർണ്ണമായി വനിതകളുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഉപഗ്രഹം വിസാറ്റ്, വുമൻ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ്. വിസാറ്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായി വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഉപഗ്രഹം. കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. കേസ് ഫയൽ ചെയ്യാൻ രാജ്യത്ത് ആദ്യമായി മൊബൈൽ ആപ്പ് വികസിപ്പിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിതമായ കാർഷിക ഡ്രോൺ FIA-QD-10. FIA-QD-10 എന്ന ഡ്രോണാണ് കേന്ദ്ര വ്യോമയാന ഡയറക്ടർ ജനറലിൻ്റെ അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിർമ്മിതമായ കാർഷിക ഡ്രോൺ. ലോകത്തെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ട് CEO മിക്കയാണ് ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ട് CEO. KSRT ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിനായി തുടങ്ങിയ ആപ്പ് ചലോ ആപ്പ്. ചലോ ആപ്പാണ് KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിനായി തുടങ്ങിയ ആപ്പ്. സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനുള്ള ആപ്പ് ശൈലി ആപ്പ്. ശൈലി ആപ്പാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താനുള്ള ആപ്പ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് S. ജയശങ്കർ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് S. ജയശങ്കർ. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന കേരളത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി KASP. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായി കൊടുക്കുന്ന കേരളത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പേരാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. നാസയും ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം ലിഗ്നോസാറ്റ്. നാസയും ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ MSMEകളെ 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളായി ഉയർത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി മിഷൻ 1000. മിഷൻ 1000 ആണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളായി ഉയർത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം IISR കുമ്മായവും ട്രൈക്കോഡെർമയും സംയോജിപ്പിച്ച് വികസിപ്പിച്ച ഒറ്റ ഉൽപ്പന്നത്തിൻ്റെ പേര് ട്രൈക്കോലൈം. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കുമ്മായവും ട്രൈക്കോഡെർമയും സംയോജിപ്പിച്ച് വികസിപ്പിച്ച ഒറ്റ ഉൽപ്പന്നമാണ് ട്രൈക്കോലൈം. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃതാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന. തൻ്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതി തൻ്റെ ഇടം. തൻ്റെ ഇടം പദ്ധതിയാണ് തൻ്റേതല്ലാത്ത കാരണത്താൽ കുട്ടിക്കാലം നഷ്ടപ്പെട്ടവർക്ക് സമൂഹവുമായി ഇടപെട്ട് മെച്ചപ്പെട്ട രീതിയിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനായി പാർപ്പിടം നിർമ്മിച്ചു നൽകുന്ന പദ്ധതി. ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി തന്മുദ്ര. തന്മുദ്ര പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ UDID കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അടൽ സേതു. അടൽ സേതു മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരം. RCC തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരത്താണ് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. കേരള സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ആരംഭിച്ച ഡിമെൻഷ്യ സൗഹൃദ പദ്ധതി ഓർമ്മത്തോണി. കേരള സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ആരംഭിച്ച ഡിമെൻഷ്യ സൗഹൃദ പദ്ധതിയുടെ പേരാണ് ഓർമ്മത്തോണി. രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം.
കേരളമാണ് രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. കാലാവസ്ഥാനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുകയും കാർഷിക മേഖല ഉടച്ചുവാർക്കുകയും ലക്ഷ്യം വെച്ച് ആരംഭിക്കുന്ന പദ്ധതി കേരള ക്ലൈമറ്റ് റെസീലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ കേര പദ്ധതിയാണ് കാലാവസ്ഥാനുകൂല കൃഷി രീതിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുകയും കാർഷിക മേഖല ഉടച്ചുവാർക്കുകയും ലക്ഷ്യം വെച്ച് ആരംഭിക്കുന്ന പദ്ധതി കേരള ക്ലൈമറ്റ് റെസീലിയൻറ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ. ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് NH66 മുംബൈ ടു ഗോവ. NH66 മുംബൈ മുതൽ ഗോവ വരെയുള്ള NH66 ആണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.